നിന്റെ അമ്മ തന്നെ പറഞ്ഞ വാക്കുകള് എന്റെ മോനായി പോയി, അവനോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങളൊക്കെ എത്രയോ പ്രാവശ്യം പറയുന്നുണ്ട്, അവന് കേൾക്കാൻ കൂട്ടാക്കുന്നില്ല എന്നുള്ളത്. സ്വന്തം അമ്മ പറഞ്ഞിട്ട് നന്നാവാത്ത ഈയൊക്കെ പിന്നെ ആര് പറഞ്ഞിട്ട് നന്നാവാനാണ്? ഇനി നിനക്ക് സംഭവിക്കാൻ പോകുന്നത് നാട്ടിലെ ജനങ്ങളുടെ കയ്യിന്റെ ചൂടി എന്താണെന്നുള്ളത് മനസ്സിലാക്കി തരും വീണ്ടും വീണ്ടും. അപ്പോഴാണ് നിനക്കൊക്കെ വെളിവ് വെക്കാൻ പോകുന്നത് എന്ന് മാത്രമാണ് നിന്നോട് പറയാനുള്ളത്. ബൈജുവിന്റെ അമ്മയെ അദ്ദേഹം പോയി നേരിട്ട് കണ്ട് സംസാരിച്ചു നോക്കിയിരുന്നു. ആ ഒരു സമയത്ത് ആള് ഏതോ ഒരു നാട്ടിലാണ്, ഏതോ ഒരു വാടകമുറിയിൽ ആ കക്കൂസിന്റെ മുന്നിൽ നിന്ന് മാറാതെ നിന്ന് വീഡിയോ എടുത്തോണ്ടിരിക്കുക എന്നാ പറയുന്നത്. അപ്പൊ ദയവേത് വീഡിയോ കാണുന്ന ആളുകള്, ഒരുപാട് ആളുകൾ അദ്ദേഹത്തിന്റെ ഫാമിലിയെ കുറെ കുറ്റം പറയുന്നുണ്ട്, വൃത്തികേടുകൾ പറയുന്നുണ്ട്. നമുക്ക് ഈ ബൈജുവിനെ കുറിച്ച് മാത്രം പറഞ്ഞാൽ മതി, അയാളുടെ ഫാമിലിയെ കുറിച്ചിട്ടൊന്നും കുറ്റമൊന്നും പറയണ്ട. ഞാൻ പൂക്കോട്ടുപാടത്തേക്ക് പോകാൻ നിൽക്കുകയായിരുന്നു ഇയാളെ കുറിച്ചിട്ട് അന്വേഷിക്കാൻ. ആ ഒരു സമയത്താണ് ഈ ഒരു വീഡിയോ കാണുന്നത്. ആ വീഡിയോയിൽ കൃത്യമായിട്ട് പൂക്കോട്ടുപാടത്തല്ല ആളുടെ വീടെന്നും പൂക്കോട്ടുപാടത്ത് ആളില്ല എന്നൊക്കെയാണ് പറയുന്നത്.